ഇന്നിപ്പോൾ ചെറുപഴം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് വേണമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. ഇത് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. ചെറുപഴം വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം നമുക്ക്. ഇത് കൈ വെച്ച് നല്ലതായി ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചെടുക്കണം. നമ്മൾ മിക്സിയിലെല്ലാം ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഉടഞ്ഞു പോകും. അങ്ങനെ ആയിക്കൂടെ. ഇത് ഇങ്ങനെ ഒരു തരിതരിപ്പിൽ വേണം. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുപഴം വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂങ്ങലരിയാണ് വേണ്ടത്. പുഴുങ്ങലരി നന്നായി കഴുകി ഉണക്കി എടുത്തിട്ടുള്ള അരിയാണിത്. ഇത് വെച്ച് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കണം. ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് വറുത്തെടുക്കാം. പുഴുങ്ങലരി ഏതരി ആയാലും പ്രശ്നമല്ല. മട്ടരി ആയാലും കുത്തരി ആയാലും, കുത്തരിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുള്ളത്. അപ്പൊ നമുക്കില്ല അരി വെച്ചിട്ട് ചെയ്യാം. ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ അരി വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിനൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിൽ കുറച്ച് ചൂടാറി കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം. അരി വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. സ്നാക്സിനെല്ലാം അരി വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നിച്ച് കുറച്ചും തേങ്ങ നമ്മൾ ചൂടാക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് വേണം. കുറച്ചും ഒരു 3 ഏലത്തിൽ ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് തേങ്ങ കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചൊക്കെ നിലക്കടല വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കായ നന്നായി ഉടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചും തരിതരിപ്പ് വേണം. അത് കണക്ക് ഉടച്ചു വെച്ചിട്ടുള്ളതാണ്. ഇത്ര സാധനമാണ് നമുക്ക് അതിന് വേണ്ടത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൽ നെയ്യിലാണ് നമ്മൾ ഈ തേങ്ങയും നിലക്കടലയിലും ഒന്ന് വറുത്തെടുക്കുന്ന തേങ്ങ കൊത്ത് വറുത്തെടുക്കാം. നമുക്കിത് ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ ഒന്നിച്ച് ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരി അതെല്ലാം ചേർക്കാട്ടെ. എൻ്റെ കയ്യിലിപ്പോ അതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്തും നിലക്കടലയും വെച്ചിട്ട് ചെയ്യുന്നത്. ഇതൊന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്ക് നിലക്കടല ഞാൻ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തത് കണ്ടില്ലേ, അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. കുറച്ച് മൊരിഞ്ഞു വരട്ടെ. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ചും ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകി വെച്ചിട്ടില്ല, അതൊന്ന് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചിരകി വെച്ചതും കുറച്ചൊന്ന് ഇതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല മണം. നെയ്യിൽ ഇതെല്ലാം കൂടി വറുത്തെടുക്കുമ്പോൾ നല്ല മണം. ഇത് കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോ കഴിക്കാൻ കൊടുക്കാനുള്ള നല്ല ഇതാണ്. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം വിട്ട് വരുമ്പോഴേക്ക് ഉച്ചക്കത്തെ കഞ്ഞി ആക്കിയില്ലത് തരും വൈകുന്നേരം. ഇപ്പൊ കുട്ടികൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികള് കഞ്ഞിയല്ലല്ലേ, അവർക്ക് വന്നാലും എന്തെങ്കിലും പലഹാരമല്ലേ വേണ്ടേ. ഇപ്പൊ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു സ്നാക്സ് ആണിത്. തീ കുറച്ച് വെക്കാം. ഇതിപ്പോ ഇതിലേക്ക് നമുക്ക് ഈ കായും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൈസൂർ പൂവിന്റെ പഴമാണ്. മൈസൂർ പൂവൻ പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറുകായി ഏതായാലും പ്രശ്നമല്ല. ഞാനിപ്പോ ഇത് മൈസൂർ പൂവിനോട് ഉണ്ടായത്, അപ്പൊ അത് വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ വെല്ലം പാവാക്കി വെച്ചിട്ടുണ്ടായിന്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം.
എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കുറച്ച് സമയം ഇത് വഴറ്റിയെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഏലത്തരി പൊടിച്ച് വെച്ചിട്ട് ഇതും കൂടി ചേർത്ത് കയ്യിൽ. നല്ല കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലൊക്കെ നമുക്ക് ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. കുറച്ചും ചൂട് തണിയുന്ന സമയത്ത് നമുക്ക് ഇതിനെ നമ്മള് ഏത് രീതിയിൽ വേണം നമുക്ക് ഇന്ന് ഉരുട്ടിയെടുക്കാന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ഇതിന്റെ ഷേപ്പ് ആക്കിയിട്ട് വെക്കാം. കുറച്ചൊന്ന് കഴിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഉരുട്ടിയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട രീതിയിലത്തെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ഷേപ്പാന്ന് വെച്ചാൽ ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം നമുക്കിത്. ഒന്ന് കുറച്ച് ആറി വരട്ടെ, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് ഇതിനെ തീയില് ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓയിലിൽ പൊരിച്ചെടുക്കുക അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ ഇത് തണിയുന്ന സമയത്ത് നമുക്ക് ഇതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലത്തെ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുത്തിട്ട് നമ്മൾ ഇത് തേങ്ങയുടെ വെള്ള കളറിൽ ആ സാധനം മാത്രം മതി, അടിവാശം അങ്ങനെ എടുക്കണ്ട. അതൊന്ന് എണ്ണയൊന്നും കൂട്ടാതെ കണ്ടിട്ട് നമുക്ക് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണിത്. ഈ ഉരുളയാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഉരുട്ടി കൊടുക്കണം. ഇതിപ്പോ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇതിനാക്കിയെടുക്കാം. നല്ലോണം ചൂടാറിയില്ല, ചൂടുണ്ട് അത്രയില്. ആ ഒരു ചൂടിലേക്ക് തന്നെ ആക്കിയെടുക്കാം. നമ്മൾ ഇങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് ഇതൊന്ന് ഒന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് വെക്കാം നമുക്കിത്. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ ചെയ്യാം. അങ്ങനെ അന്ന സമയത്ത് ഇതെല്ലാം ഒന്നും ഇത് പറ്റി പിടിക്കുമല്ലോ. ഇതുപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിത് ഈ ഷേപ്പിൽ ചെയ്യാൻ തോന്നി എനിക്ക്, അപ്പൊ അങ്ങനെ ചെയ്തത്. അങ്ങനെ ലഡു കൊണക്കി ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്നും ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടാ. നമ്മളെ ചെറുപഴം വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഒരു ഉന്നക്കായുടെ ഷേപ്പിലും ഒരു ലഡുവിന്റെ ഷേപ്പിലും ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ല രൂപത്തിലാക്കി വെക്കാം. എന്നിട്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഒരു പലഹാരമാണിത്. ഷേപ്പ് ഏത് ഷേപ്പിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.